നമസ്കാരം. ആനന്ദ് TV ഇന്റർനാഷണൽ ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബ്രിട്ടനിൽ തങ്ങൾ ന്യൂനപക്ഷമായി മാറുന്നു എന്ന ബ്രിട്ടീഷ് വംശജരുടെ പരാതികളിൽ ഉത്തരം മുട്ടുകയാണ് പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വം. സാധാരണ തെരഞ്ഞെടുപ്പ് വിഷയമായ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, സാമ്പത്തിക മാന്ദ്യം തുടങ്ങി ഒന്നും തന്നെ ബ്രിട്ടനിലെ ജനങ്ങളെ അലോസരപ്പെടുത്തുന്നില്ല. വീട് കയറിയുള്ള പ്രചാരണത്തിൽ പാർട്ടികൾക്ക് മുന്നിൽ ജനങ്ങൾക്ക് പറയുവാനുള്ളത് കുടിയേറ്റ വിഷയം മാത്രം. കുടിയേറ്റ നിയമം മാറ്റം പ്രഖ്യാപിക്കുവാൻ ലേബർ സർക്കാർ. UK-യിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റുകൾക്ക് താങ്ങാൻ കഴിയാത്ത വിധം രോഗികൾ വർദ്ധിക്കുന്നു. കോറിഡോർ പരിചരണം പല ഭാഗത്തും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ സുപ്രധാന ഹോസ്പിറ്റൽ ശൃംഖലകൾ ഗുരുതരാവസ്ഥയിൽ. എമർജൻസി ഡിപ്പാർട്ട്മെന്റുകൾ ഗുരുതര സമ്മർദ്ദത്തിലാണെന്ന് വ്യക്തമാക്കിയത് നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ്. NHS ആശുപത്രികളിലെ F&Eകൾ കടുത്ത സമ്മർദ്ദത്തിൽ. ഇംഗ്ലണ്ടിൽ വിനോദസഞ്ചാരികൾക്ക് ഹോളിഡേ ടാക്സ് ഏർപ്പെടുത്തുവാൻ ലേബർ സർക്കാരിന്റെ നീക്കം. പണം സമാഹരിക്കുവാനുള്ള പുതിയ വഴിയെന്ന് കെയർ സ്റ്റാർമർ സർക്കാർ. ടാക്സ് നടപ്പിലാക്കരുതെന്ന് ആവശ്യപ്പെട്ട് 200-ലധികം ഹോസ്പിറ്റാലിറ്റി വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ രംഗത്ത്. നികുതി ഏർപ്പെടുത്തിയാൽ 2 ആഴ്ചത്തെ അവധിക്ക് വിനോദസഞ്ചാരികൾ 100 പൗണ്ട് നൽകേണ്ടി വരും. കടുത്ത പ്രതിഷേധവുമായി വിനോദസഞ്ചാരികൾ. ഇറാനിൽ ആഴ്ചകൾ നീളുന്ന സൈനിക നടപടിക്ക് US സൈന്യം സജ്ജമായി. ഇറാനും US തമ്മിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്ന് വാർത്താ ഏജൻസികൾ. അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ ഇറാന്റെ തീരത്ത് വിന്യസിച്ച US സൈന്യം. ഇറാന്റെ ഭരണാധികാരിയാകാൻ തയ്യാറാണ് എന്ന് റേസ പഹ്ലവി. US ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകൾക്ക് നാളെ ജനീവയിൽ തുടക്കം. വിവാദ വ്യവസായി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പുറത്തുവിട്ടുവെന്ന US നീതിന്യായ വകുപ്പ് പ്രഖ്യാപനം രാഷ്ട്രീയ വിവാദത്തിലേക്ക്. വെളിപ്പെടുത്തൽ പര്യാപ്തമല്ലെന്ന നിലപാടിൽ ഉറച്ച നിയമനിർമ്മാണത്തിൽ പങ്കെടുത്ത അംഗങ്ങൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട ആഭ്യന്തര മെമ്മോകളും എപ്സ്റ്റീനും സഹപ്രവർത്തകർക്കുമെതിരെ കേസെടുത്ത കുറിപ്പുകളും ഇമെയിലുകളും കൂടി പുറത്തുവിടണമെന്ന് റിപ്പബ്ലിക്കൻ പ്രതിനിധി തോമസ് മാസി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രതിരോധം, ബഹിരാകാശം, ആണവോർജം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കും. ഫ്രാൻസിൽ നിന്ന് 114 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിന് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അനുമതി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇമ്മാനുവൽ മാക്രോണിന്റെ കൂടിക്കാഴ്ച നാളെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശയാത്രകൾക്കായി 10 വർഷത്തിനിടയിൽ ഖജനാവിന് ചെലവായത് 762 കോടി രൂപ. വിദേശയാത്രകളുടെ ചെലവും ഒപ്പമുള്ള പ്രതിനിധി സംഘങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളും വെളിപ്പെടുത്തിയത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. സുരക്ഷാ ക്രമീകരണങ്ങൾ, ഔദ്യോഗിക പ്രതിനിധികൾ, മാധ്യമ സംഘം, മറ്റ് ലോജിസ്റ്റിക് എന്നിവയ്ക്കാണ് സർക്കാർ കൂടുതലും ചെലവഴിക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം മാറി മത്സരിക്കുന്നു എന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച നടനും ചലച്ചിത്ര അക്കാദമി മുൻ അധ്യക്ഷനുമായ പ്രേംകുമാറിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് മത്സരിപ്പിക്കുവാൻ കോൺഗ്രസ്. നിലപാട് വ്യക്തമാക്കാതെ പ്രേംകുമാർ. BS അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് DF സുരേഷ് മലമ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയാകുവാൻ സാധ്യത. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയിൽ സുരേഷ് പങ്കെടുത്തേക്കും. വാർത്തകൾ വിശദമായി. സാധാരണ തിരഞ്ഞെടുപ്പ് വിഷയമായിട്ടുള്ള വിലക്കയറ്റം, തൊഴിലില്ലായ്മ, സാമ്പത്തിക മാന്ദ്യം തുടങ്ങി ഒന്നും ബ്രിട്ടനിലെ ജനങ്ങളെ അലോസരപ്പെടുത്തുന്നില്ല എന്നാണ് വീട് കയറിയുള്ള പ്രചാരണത്തിൽ പാർട്ടികൾക്ക് ലഭിക്കുന്ന ഫീഡ്ബാക്ക്. ജനങ്ങൾക്ക് പറയാനുള്ളത് ഒരേ ഒരു വിഷയം, കുടിയേറ്റം മാത്രമാണ്. ജനബാഹുല്യം നിറഞ്ഞ ബ്രിട്ടനിൽ തങ്ങൾ ന്യൂനപക്ഷമായി മാറുന്നു എന്ന ബ്രിട്ടീഷ് വംശജരുടെ പരാതികളിൽ ഉത്തരം മുട്ടുകയാണ് പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വം. ഈ സാഹചര്യത്തിൽ വലിയ തോതിൽ കൺസർവേറ്റീവ് പക്ഷത്തു നിന്നും ലേബർ ഭാഗത്തു നിന്നും റീഫോം പാർട്ടിയിലേക്ക് ദേശീയ നേതാക്കൾ വരെ കൂടുമാറുന്നതും 2 പാർട്ടികൾക്കുമുള്ള മുന്നറിയിപ്പാണ്. അതിനാൽ കുടിയേറ്റ നിയമം മാറ്റം പ്രഖ്യാപിക്കുവാൻ സകല തയ്യാറെടുപ്പും സർക്കാർ പൂർത്തിയാക്കി എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതനുസരിച്ച് കൺസൾട്ടേഷനിൽ ലഭ്യമായ വിവരങ്ങൾ ആദ്യം പ്രഖ്യാപിക്കുകയും തുടർന്ന് നിയമമാറ്റം പ്രഖ്യാപിക്കുവാനുള്ള തീയതികളാണ് സർക്കാർ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച വ്യക്തതകൾ ഇതുവരെ ഔദ്യോഗികമായി ലഭ്യമല്ല എങ്കിലും ഏകദേശം ടൈം ഫ്രെയിം നിയമം മാറ്റം സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്ന വേദികളിൽ ഒക്കെ ഇടം പിടിച്ചിരിക്കുകയാണിവ. കൺസൾട്ടേഷൻ സമയപരിധി അവസാനിച്ചതോടെ കുടിയേറ്റക്കാർ ഉൾപ്പെടെ ഉള്ള എല്ലാവരുടെയും കണ്ണുകൾ സർക്കാർ തീരുമാനം പുറത്തുവരുന്ന തീയതികളിലേക്കാണ്. കുടിയേറ്റ സഹമന്ത്രി മൈക്ക് ടാപ്പ് തന്നെ UK-യിലെ പൊതുസേവന സംവിധാനം പാടെ തകർന്ന നിലയിലാണ് എന്ന് സൂചന നൽകിയതോടെ കാര്യങ്ങൾ ആ വാക്കുകളിൽ വ്യക്തമാണ്. അനധികൃത കുടിയേറ്റക്കാർ ഏറ്റവും അധികം കടന്നുവരുന്ന കടൽ തീരം കൂടി ഉൾപ്പെടുന്ന ഡോവറിലെ MP എന്ന നിലയിൽ തന്നെ മൈക്കിന് തന്നെയാകും ജനങ്ങളിൽ നിന്നും കുടിയേറ്റം സംബന്ധിച്ച ഏറ്റവും അധികം ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നത്. ഈ ചോദ്യങ്ങൾ അനധികൃതമായി എത്തുന്നവരെ കുറിച്ചാണെങ്കിലും അതിന്റെ പരിണിത ഫലത്തിൽ നിർഭാഗ്യവശാൽ നിയമപരമായി എത്തിയ മലയാളി കുടിയേറ്റക്കാർ അടക്കമുള്ളവർ ബലിയാടുകളാവുകയാണ്. നിയമപരമായ മാർഗത്തിൽ ഏറ്റവും
സെറ്റിൽമെന്റിന് 2026 മുതൽ സർക്കാരിനെ തേടി എത്തും എന്ന ഞെട്ടിക്കുന്ന വിവരത്തിലാണ് ഏറ്റവും വേഗം നിയമമാറ്റ തീയതികൾ പ്രഖ്യാപിക്കുവാൻ സമ്മർദ്ദം ശക്തമായത്. എല്ലാം പതുക്കെയേ എത്തൂ എന്ന യൂട്യൂബ് വിദഗ്ധരുടെ തള്ള് ഒക്കെ വെള്ളത്തിൽ വരച്ചതുപോലെയാകും. എണ്ണപ്പെട്ട ദിവസങ്ങൾക്കുള്ളിൽ തീരുമാനമെല്ലാം പുറത്തേക്ക്. ഏറ്റവും ചുരുങ്ങിയത് 10 ലക്ഷം പേർക്കെങ്കിലും UK-യിൽ 2028 മുമ്പ് സ്ഥിരതാമസാവകാശത്തിന് അർഹത നേടുമെന്നത് സർക്കാർ സേവന മേഖലകൾക്ക് താങ്ങാനാകാത്ത ഭാരമായി മാറും. ഈ വിലയിരുത്തലാണ് ഇപ്പോൾ നിലവിലുള്ളത്. മറ്റേതൊരു പൗരനെ പോലെയും ഇവർക്കും ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കുവാൻ അർഹതയുണ്ടാകും എന്നതാണ് സർക്കാരിന്റെ മുന്നിലെ തലവേദന. അതിനാൽ ഇവർക്കുള്ള സ്ഥിര താമസ അവകാശം 5-10 വർഷമാക്കി വൈകിപ്പിക്കുക എന്ന അല്പം വേദനയേറിയ തീരുമാനമാണ് സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത്. കൺസൾട്ടേഷൻ പൂർത്തിയായ നിലയ്ക്ക് അടുത്ത ഒരു മാസത്തിൽ ഹോം ഓഫീസ് റിവ്യൂ നടപടികൾ പൂർത്തിയാക്കി സർക്കാരിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കും. ഇതിനായി അതിവേഗ നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. 1.5 ലക്ഷത്തിലധികം പേർ പങ്കെടുത്തു എന്ന് കരുതുന്ന കൺസൾട്ടേഷൻ റിവ്യൂ അസാധാരണ വേഗതയിൽ നടപ്പാക്കാൻ നൂറുകണക്കിന് ജീവനക്കാരുടെ സേവനമാണ് ഹോം ഓഫീസ് തേടുന്നത്. ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ വലതുപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ട് തീവ്ര കുടിയേറ്റ വിരുദ്ധ നിലപാടുകളുമായി പുതിയ രാഷ്ട്രീയ പാർട്ടി റീസ്റ്റോർ ബ്രിട്ടൻ പ്രവർത്തനം ആരംഭിച്ചു. നൈജൽ ഫറാജിന്റെ റീഫോം UK-യിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗ്രേറ്റ് യാർമൗത്ത് MP റൂബർട്ട് ലോ ആണ് പുതിയ പാർട്ടിയുടെ അമരക്കാരൻ. റീഫോം UK-യേക്കാൾ കടുത്ത വലതുപക്ഷ നയങ്ങൾ പിന്തുടരുന്ന ഈ പാർട്ടിക്ക് ലോകസമ്പന്നൻ എലോൺ മസ്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചത് UK രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ബ്രിട്ടനിലേക്കുള്ള കുടിയേറ്റം പൂർണ്ണമായും അവസാനിപ്പിക്കുക മാത്രമല്ല, നിലവിലുള്ള കുടിയേറ്റക്കാരെ തിരിച്ചയക്കുമെന്നും പാർട്ടി വാഗ്ദാനം ചെയ്യുന്നു. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തവർ, ആനുകൂല്യങ്ങൾ പറ്റി ജീവിക്കുന്നവർ, ബ്രിട്ടീഷ് ജീവിത രീതിയോട് പൊരുത്തപ്പെടാത്തവർ എന്നിവരെ നാടുകടത്തുമെന്നാണ് റൂബർട്ട് ലോയുടെ പ്രഖ്യാപനം. കൂടാതെ ബുർഖ നിരോധിക്കുക, ശരീഅത്ത് നിയമം നിയമവിരുദ്ധമാക്കുക, ഹലാൽ കോഷർ മാംസങ്ങൾ നിരോധിക്കുക തുടങ്ങിയ വിദ്വേഷകരമായിട്ടുള്ള തീവ്ര നിലപാടുകളും ഈ പുതിയ പാർട്ടി മുന്നോട്ട് വെക്കുന്നു. എലോൺ മസ്ക് തന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ റൂബർട്ട് ലോയെ പിന്തുണച്ച് രംഗത്തെത്തിയത് റീഫോം UK-ക്ക് തിരിച്ചടിയായിട്ടുണ്ട്. നൈജൽ ഫറാജിന് രാജ്യത്തെ നയിക്കുവാനുള്ള ശേഷിയില്ല എന്ന് വിമർശിച്ച മസ്ക് റൂബർട്ട് ലോ മാത്രമാണ് മാറ്റം കൊണ്ടുവരുവാൻ പ്രാപ്തനെന്നും കുറിച്ചുവച്ചു. നൈജൽ ഫറാജ് തന്റെ നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നു എന്ന് ആരോപിച്ചാണ് റൂബർട്ട് ലോ പാർട്ടി വിട്ടത്. റീസ്റ്റോർ ബ്രിട്ടന്റെ വരവ് UK-യിലെ വലതുപക്ഷ വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. തീവ്ര വംശീയ നിലപാടുകൾ വോട്ടർമാരെ ആകർഷിക്കുന്നത് റീഫോം UK-യുടെ വോട്ട് ബാങ്കിനെ ചോർത്തുകയും വലതുപക്ഷ വോട്ടുകൾ ചിതറാൻ കാരണമാവുകയും ചെയ്യും. ഇത് ഫറാജിന്റെ പാർട്ടിക്കും കൺസർവേറ്റീവ് പാർട്ടിക്കും ഒരുപോലെ തന്നെ ഭീഷണിയാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ വോട്ട് ഭിന്നത മറ്റ് പ്രധാന കക്ഷികൾക്ക് ഗുണകരമായേക്കും. ഈ വർഷം മേയിൽ നടക്കാനിരിക്കുന്ന പ്രാദേശിക കൗൺസിൽ തിരഞ്ഞെടുപ്പുകൾ നീട്ടിവെക്കുവാനുള്ള ലേബർ സർക്കാരിന്റെ നീക്കത്തിനെതിരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ചീഫ് എക്സിക്യൂട്ടീവ് വിജയ് രംഗരാജൻ. മതിയായ കാരണങ്ങളില്ലാതെ ദശലക്ഷക്കണക്കിന് വോട്ടർമാരുടെ അവകാശം തടയാൻ സർക്കാരിന് അധികാരമില്ലെന്ന് ഇന്ത്യൻ വംശജനായ അദ്ദേഹം വ്യക്തമാക്കി. ലേബർ പാർട്ടിക്ക് കനത്ത തിരിച്ചടി നേരിടുമെന്ന ഭയത്താലാണ് 30ഓളം തദ്ദേശ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നീട്ടാൻ സർക്കാർ ശ്രമിക്കുന്നത് എന്ന ആക്ഷേപം ശക്തമാകുന്നതിനിടെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഈ ഇടപെടൽ. തദ്ദേശ സ്വയംഭരണ പുനഃസംഘടനയും തിരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളും ഒരേ സമയം നടത്തുവാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടാണ് തിരഞ്ഞെടുപ്പ് നീട്ടാൻ കാരണമായി സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഇത്തരം സാങ്കേതിക തടസ്സങ്ങൾ തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കുവാനുള്ള ന്യായമായ കാരണങ്ങളല്ല എന്ന് വിജയ് രംഗരാജൻ തുറന്നടിച്ചു. തിരഞ്ഞെടുപ്പ് എപ്പോൾ വേണമെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് എന്നും അധികാരികൾക്ക് സ്വന്തം സൗകര്യത്തിനനുസരിച്ച് ജനവിധി നേരിടുന്നത് നീട്ടിവെക്കുവാൻ കഴിയില്ല എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നിലവിലെ നീക്കം അനുസരിച്ച് ചില കൗൺസിലർമാർ തിരഞ്ഞെടുപ്പ് നേരിടാതെ 7 വർഷം വരെ പദവിയിൽ തുടരുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് ജനാധിപത്യപരമായ തീരുമാനങ്ങളുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നും വോട്ടർമാരുടെ വിശ്വാസം തകർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏകദേശം 3.5 ദശലക്ഷം വോട്ടർമാരെ ഈ തീരുമാനം ബാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. സർക്കാർ നീക്കത്തിനെതിരെ റീഫോം UK നേതാവ് നൈജൽ ഫറാജ് രംഗത്തെത്തി. ലേബർ സർക്കാർ ഏകാധിപതികളെ പോലെയാണ് പെരുമാറുന്നത് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് നീട്ടുന്നതിനെതിരെ ഈ ആഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്നും റീഫോം UK അറിയിച്ചു. ഇതിനകം തന്നെ നോർഫോക്കിലെ ചില കൗൺസിലർമാർ പ്രതിഷേധ സൂചകമായി രാജിവെച്ചിട്ടുണ്ട്. പ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാൻ അവസരം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ചിലയിടങ്ങളിൽ ജനങ്ങൾ കൗൺസിൽ ടാക്സ് അടയ്ക്കാതെ പ്രതിഷേധിക്കുന്നതായിട്ടും റിപ്പോർട്ടുകൾ ഇപ്പോൾ ലഭിക്കുന്നു. ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ പ്രിൻസ് ആൻഡ്രൂവിനെതിരെ അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലുകളുമായിട്ട് പ്രമുഖ മാധ്യമമായിട്ടുള്ള ദ മെയിൻ ഓൺ സൺഡേ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ രാജകുടുംബത്തെയും ഒപ്പം തന്നെ സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കുന്നു. ഇപ്പോഴിതാ UK-യുടെ വ്യാപാര പ്രതിനിധിയായി ഔദ്യോഗിക പദവി വഹിച്ചിരുന്ന കാലത്ത് നികുതിദായരുടെ പണം ഉപയോഗിച്ച് നടത്തിയ വിദേശ യാത്രകളിൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സാമ്പത്തിക താല്പര്യങ്ങൾക്കും ഭീഷണിയാകുന്ന തരത്തിൽ രഹസ്യ വിവരങ്ങൾ ചോർത്തി എന്നുള്ള കണ്ടെത്തൽ. കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീന്റെ ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് ആൻഡ്രൂ തന്റെ പദവി ദുരുപയോഗം ചെയ്തതിന്റെ തെളിവുകൾ എപ്സ്റ്റീൻ ഫയലുകളിൽ നിന്ന് പുറത്തു വന്നു.
2019 ചൈനയിലേക്ക് നടത്തിയ ഔദ്യോഗിക വ്യാപാര സന്ദർശനത്തിനിടെ എപ്സ്റ്റീനു വേണ്ടി രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തുവാനും ചൈനീസ് മോഡലുകളുമായി വിരുന്നു സൽക്കാരങ്ങളിൽ പങ്കെടുക്കുവാനും ആൻഡ്രൂ സമയം കണ്ടെത്തിയതായി ഇമെയിലുകളിൽ വ്യക്തമാക്കുന്നു. ബീജിംഗിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് നടന്ന രഹസ്യ വിരുന്നിൽ പ്രമുഖ ചൈനീസ് മോഡലിനൊപ്പം ആൻഡ്രൂ സമയം ചെലവഴിക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ യാത്രകളിൽ യുവതികളെ വിശേഷിപ്പിക്കുവാൻ ആൻഡ്രൂവിന്റെ സഹായികൾ അധിക്ഷേപകരമായ രഹസ്യ കോഡുകൾ ഉപയോഗിച്ചിരുന്നതായും റിപ്പോർട്ടിലുണ്ട്. ഏറ്റവും ഗൗരവകരമായിട്ടുള്ള കണ്ടെത്തൽ ബ്രിട്ടീഷ് ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ ആൻഡ്രൂ ചോർത്തി നൽകി എന്നതാണ്. റോയൽ ബാങ്ക് ഓഫ് സ്കോട്ട്ലൻഡിലെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യ വിവരങ്ങൾ ആൻഡ്രൂ എപ്സ്റ്റീന് കൈമാറിയതായി തെളിവുകൾ സൂചിപ്പിക്കുന്നു. UK എത്താൻ കൈപ്പിടിയിലൊതുക്കിയെന്ന് എപ്സ്റ്റീൻ ഇതിനുശേഷം അവകാശപ്പെട്ടതായും രേഖകൾ പറയുന്നു. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഇത്തരം വിവരങ്ങൾ ചോർത്തിയതിലൂടെ ആൻഡ്രൂ ബ്രിട്ടനെ ഒറ്റിക്കൊടുക്കുകയായിരുന്നുവെന്ന് രാഷ്ട്രീയ നേതാക്കൾ ആരോപിച്ചു. ആൻഡ്രൂവിന്റെ പദവി ദുരുപയോഗം ചെയ്തതിനെക്കുറിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്ന ആവശ്യം UK ശക്തമായിരിക്കുകയാണ്. പോലീസ് ഇതുവരെ ക്രിമിനൽ അന്വേഷണം ആരംഭിച്ചിട്ടില്ല എങ്കിലും പുറത്തുവന്ന പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന. ലേബർ പാർട്ടി നേതാക്കളും മുൻ മന്ത്രിമാരും വിഷയത്തിൽ കർശനമായിട്ടുള്ള പാർലമെന്ററി അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. രാജകുടുംബത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ആൻഡ്രൂവും കൂട്ടാളികളും വ്യക്തിപരമായിട്ടുള്ള ലാഭം ഉണ്ടാക്കിയെന്നും രാജ്യത്തിന്റെ അന്തസ് മണ്ണിൽ ചവിട്ടി തേച്ചു എന്നുമാണ് ഉയരുന്ന പ്രധാന വിമർശനങ്ങൾ. ഫെബ്രുവരി മാസത്തിലേക്ക് കടന്നിട്ടും NHS ആശുപത്രികളിലെ A&EL കടുത്ത സമ്മർദ്ദത്തിൽ. കോറിഡോർ പരിചരണം പല ഭാഗത്തും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇപ്പോൾ സുപ്രധാന ആശുപത്രി ശൃംഖല ഗുരുതരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ് NHS ട്രസ്റ്റാണ് തങ്ങളുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റുകൾ ഗുരുതര സമ്മർദ്ദത്തിലാണ് എന്ന് വ്യക്തമാക്കിയത്. ഡിമാൻഡ് വൻതോതിൽ ഉയർന്നതോടെ രോഗികൾ സുദീർഘമായിട്ടുള്ള കാത്തിരിപ്പാണ് നേരിടുന്നത് എന്നും ട്രസ്റ്റ് പറയുന്നു. സേവനങ്ങൾ നൽകുന്നതിൽ വലിയ സമ്മർദ്ദം നേരിട്ടതോടെയാണ് ഇത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സിറ്റി ഹോസ്പിറ്റൽ, ക്യൂൻസ് മെഡിക്കൽ സെന്റർ എന്നിവിടങ്ങളിലെ A&Eകൾ അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ലാതെ എത്തരുത് എന്ന് ആശുപത്രി മേധാവികൾ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഡിസ്ചാർജ് ചെയ്യുവാൻ സാധിക്കുന്ന ബന്ധുക്കളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ട്രസ്റ്റ് ബന്ധുക്കളോടും ആവശ്യപ്പെടുന്നുണ്ട്. ഇതുവഴി ബെഡുകൾ ഫ്രീ ആക്കി എടുക്കാമെന്നാണ് പ്രതീക്ഷ. ആശുപത്രിയിൽ ഏറെ നേരം കാത്തിരിക്കേണ്ടി വരുന്ന രോഗികളോട് ട്രസ്റ്റ് മേധാവി ഖേദം പ്രകടിപ്പിച്ചു. വേഗത്തിൽ ചികിത്സ നൽകാൻ ജീവനക്കാർ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നും പൊതുജനങ്ങളും ഇതിൽ സഹായിക്കണമെന്നും അധികൃതർ പറഞ്ഞു. ഇംഗ്ലണ്ടിൽ ഹോളിഡേ ടാക്സ് ഏർപ്പെടുത്തുവാൻ നീക്കം. ഏതൊക്കെ വഴികളിലൂടെ പണം സമാഹരിക്കാമെന്ന ആലോചനയിലാണ് ലേബർ സർക്കാർ. അതിന്റെ ഭാഗമായിട്ടാണ് ഇംഗ്ലണ്ടിൽ വിനോദസഞ്ചാരികൾക്ക് ഹോളിഡേ ടാക്സ് ഏർപ്പെടുത്തുവാൻ സർക്കാർ നീക്കം നടത്തുന്നത്. എന്നാൽ ഈ നീക്കം ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് 200-ലധികം ഹോസ്പിറ്റാലിറ്റി വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ രംഗത്തെത്തുകയും ചാൻസലർ റേച്ചൽ റീവിസിന് ഇത് സംബന്ധിച്ച് കത്ത് നൽകുകയും ചെയ്തു. ഒരാൾക്ക് ഒരു രാത്രി 2 പൗണ്ട് എന്ന നിരക്കിൽ നികുതി ഈടാക്കിയാൽ 2 ആഴ്ചത്തെ അവധിക്ക് 100 പൗണ്ട് നൽകേണ്ടി വരും. ഇത് കുടുംബത്തെ യാത്ര ചുരുക്കുവാനോ വിദേശത്തേക്ക് മാറ്റുവാനോ ഇടയാക്കും. അവധി ആഘോഷിക്കാനുള്ളതാണ്, നികുതി അടയ്ക്കാനുള്ളതല്ല എന്നതായിരുന്നു പ്രതിഷേധക്കാരുടെ നിലപാട്. താമസ ചെലവിന്റെ 1% ഈടാക്കണമെന്നതാണ് സർക്കാർ നൽകിയ മുൻഗണന. പ്രാദേശിക മേയർമാർക്കും നേതാക്കൾക്കും തങ്ങളുടെ പ്രദേശത്ത് അനുയോജ്യമായ നിരക്ക് നിശ്ചയിക്കാമെന്നായിരുന്നു ആദ്യ നിലപാട്. വിഷയത്തിലെ പൊതു ചർച്ച ഫെബ്രുവരി 18 അവസാനിക്കും. സ്കോട്ട്ലൻഡിലും വെയിൽസിലും പ്രാദേശിക കൗൺസിലർമാർക്ക് വിസിറ്റർ ലെവി ഏർപ്പാടാക്കാൻ അധികാരമുണ്ട്. മാഞ്ചസ്റ്ററിൽ 2023 മുതൽ മുറിക്ക് 1 പൗണ്ട് ഈടാക്കുന്ന നികുതി ആദ്യ വർഷം 2.8 മില്യൺ പൗണ്ട് സമാഹരിക്കുകയും ചെയ്തു. UK-യിൽ ഇതിനകം നികുതി ഭാരം നിലനിൽക്കെ ഹോളിഡേ ടാക്സ് വരുന്നത് ആഭ്യന്തര വിനോദസഞ്ചാരത്തെ ബാധിക്കുമെന്ന ആശങ്കയുമുണ്ട്. എന്നാൽ പാരീസിലും റോമിലും ബ്രസൽസിലുമെല്ലാം ടൂറിസ്റ്റ് നികുതി നിലവിലുണ്ട് എന്നതാണ് സർക്കാർ പറയുന്ന ന്യായം. ഇറാനിൽ ആഴ്ചകൾ നീളുന്ന സൈനിക നടപടിക്ക് US സൈന്യം സജ്ജമാകുന്നു എന്ന് റോയിറ്റേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇറാനും US തമ്മിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ ഏറ്റുമുട്ടലാകും ഇതെന്ന് 2 US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. US-ഉം ഇറാനും തമ്മിൽ ആണവ ചർച്ചകൾ തുടരവെയാണ് ഈ വിവരം പുറത്തു വരുന്നത്. USS എബ്രഹാം ലിങ്കൺ എന്ന പടക്കപ്പൽ ഇറാനടുത്ത് വിന്യസിച്ചിരിക്കുന്ന US ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായിട്ടുള്ള ജെറാൾഡ് ആർ ഫോർഡും അവിടേക്ക് അയച്ചിരിക്കുന്നു. ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിനെ കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പരസ്യമായി പറഞ്ഞിരുന്നതാണ്. അതാണ് സംഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കാര്യമെന്ന് തോന്നുന്നു എന്നാണ് നോർത്ത് കരോലൈനയിലെ ഫോർട്ട് ബ്രാഗിൽ സേനാ പരിപാടിയിൽ പങ്കെടുക്കവേ ട്രംപ് പറഞ്ഞത്. ഇറാന്റെ ഭരണം ആരേറ്റെടുക്കണമെന്നാണ് ആഗ്രഹമെന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ മറുപടി നൽകിയില്ല. യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിനെ കുറിച്ചുള്ള ചോദ്യത്തോട് പെന്റഗൺ പ്രതികരിച്ചതുമില്ല. ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിലെ US സേനാ താവളങ്ങളെ വെറുതെ വിടില്ല എന്നാണ് ഇറാന്റെ ഭീഷണി. ജോർദാൻ, കുവൈറ്റ്, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, UAE, തുർക്കി എന്നിവിടങ്ങളിൽ
US സേനാ താവളങ്ങളുണ്ട്. അതിനിടെ ഇറാനിൽ US സൈനികമായി ഇടപെടുന്നതാണ് നല്ലത് എന്നും ആണവ കരാറിന്റെ കാര്യത്തിൽ സുദീർഘമായുള്ള ചർച്ച നടത്തേണ്ടതുണ്ടെന്നും റേസ പഹ്ലവി പറയുകയുണ്ടായി. ഇസ്ലാമിക ഭരണകൂടം അട്ടിമറിക്കും വരെ ഇറാൻ ഭരിച്ചിരുന്ന മുഹമ്മദ് റേസ പഹ്ലവിയുടെ മകനാണ് US കഴിയുന്ന റേസ. ഇറാന്റെ ഭരണാധികാരിയാകാൻ തയ്യാറാണ് എന്ന് ഇദ്ദേഹം പലതവണ സൂചിപ്പിക്കുകയും ചെയ്തു. വിവാദ വ്യവസായി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പുറത്തുവിട്ടു എന്ന US നീതിന്യായ വകുപ്പിന്റെ പ്രഖ്യാപനം രാഷ്ട്രീയ വിവാദത്തിന് വഴിവെച്ചു. അറ്റോർണി ജനറൽ പാം ബോണ്ടിയും ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ ടോഡ് ബ്ലാഞ്ചും കോൺഗ്രസ് അംഗങ്ങൾക്ക് അയച്ച കത്തിൽ എപ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പെറൻസി ആക്ട് അനുസരിച്ച് വകുപ്പിന്റെ കൈവശമുള്ള എല്ലാ രേഖകളും പുറത്തുവിട്ടു എന്ന് അറിയിച്ചു. എന്നാൽ ഈ വെളിപ്പെടുത്തൽ പര്യാപ്തമല്ല എന്ന നിലപാടിലാണ് നിയമനിർമ്മാണത്തിൽ പങ്കെടുത്ത ചില നിയമസഭാ അംഗങ്ങൾ. അന്വേഷണവുമായി ബന്ധപ്പെട്ട ആഭ്യന്തര മെമ്മോകളും എപ്സ്റ്റീനെയും സഹപ്രവർത്തകർക്കുമെതിരെ കേസെടുക്കണമോ വേണ്ടയോ എന്ന തീരുമാനങ്ങളിലെ കുറിപ്പുകളും ഇമെയിലുകളും കൂടി പുറത്തുവിടണമെന്ന് റിപ്പബ്ലിക്കൻ പ്രതിനിധി തോമസ് മാസി ആവശ്യപ്പെട്ടു. ഡെമോക്രാറ്റിക് അംഗമായിട്ടുള്ള റോഖന്റെയും സമാനമായ വിമർശനമാണ് ഉന്നയിച്ചത്. പീഡകരെ സംരക്ഷിക്കുന്നത് നിർത്തി മുഴുവൻ ഫയലുകളും പുറത്തുവിടണം, രക്ഷിതാക്കളുടെ പേരുകൾ മാത്രം മറച്ചുവെക്കുക എന്നായിരുന്നു ഖന്നയുടെ പ്രതികരണം. ഈ മാസം എല്ലാ രേഖകളും പുറത്തുവിട്ടുവെന്നാണ് നീതിന്യായ വകുപ്പ് വ്യക്തമാക്കിയത്. അപകീർത്തി, പൊളിറ്റിക്കൽ സെൻസിറ്റിവിറ്റി തുടങ്ങിയ കാരണങ്ങളാൽ ഒന്നും മറച്ചു വെച്ചിട്ടില്ല. ഇതുകൂടി കത്തിൽ കൃത്യമായി പറയുന്നു. എന്നാൽ പുറത്തുവിട്ട പട്ടികയിൽ നിരവധി പ്രമുഖരുടെ പേരുകൾ ഉൾപ്പെട്ടത് വിവാദം ശക്തമാക്കി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, വ്യവസായിയായിട്ടുള്ള ബിൽ ഗേറ്റ്സ്, ബ്രിട്ടീഷ് രാജകുടുംബാംഗം ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ വിൻസർ, മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ എന്നിവരുടെ പേരുകൾ പട്ടികയിൽ ഉണ്ട് എങ്കിലും രേഖകളിൽ പേര് പ്രത്യക്ഷപ്പെട്ടത് മാത്രം കുറ്റസമ്മതം സൂചിപ്പിക്കുന്നതല്ല എന്നും ഇവർക്ക് കുറ്റകൃത്യങ്ങളിൽ പങ്കുണ്ടെന്ന സൂചനയില്ലെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. അതേസമയം 1970 മരിച്ച ഗായിക ജാനിസ് ജേപ്ലിൻ, 1977 അന്തരിച്ച എൽവിസ് പ്രസ്ലി എന്നിവരുടെ പേരുകളും പട്ടികയിൽ ഉൾപ്പെട്ടത് ചർച്ചയായി. എപ്സ്റ്റീൻ 17 വയസ്സായിരിക്കുമ്പോൾ മരിച്ച ജാനിസ് ജോപ്ലിനെയും നൂറുകണക്കിന് യുവതികളെ പീഡിപ്പിച്ചതിന് ശിക്ഷിക്കപ്പെട്ട ലാറി നാസറിനെയും ഒരേ പട്ടികയിൽ വിശദീകരണമില്ലാതെ ചേർക്കുന്നത് അസംബന്ധമാണ് എന്നാണ് ഖന്നയുടെ വിമർശനം. മുമ്പ് പുറത്തുവിട്ട രേഖകളിൽ ചിലത് അമിതമായിട്ട് റെഡാക്ട് ചെയ്തതും ചില രേഖകളിൽ ഇരകളുടെ തിരിച്ചറിയൽ വിവരങ്ങൾ അബദ്ധത്തിൽ പുറത്തു വന്നതും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അന്ന് സാങ്കേതികമോ മാനുഷികമോ ആയിട്ടുള്ള പിഴവുകൾ കാരണമെന്നാണ് വിശദീകരിച്ച നീതിന്യായ വകുപ്പ്. ബന്ധപ്പെട്ട രേഖകൾ പിൻവലിച്ചിരുന്ന എപ്സ്റ്റീൻ കേസുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ നീതിന്യായ വകുപ്പിന്റെ നടപടികൾ കൂടുതൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാകുമ്പോൾ മുഴുവൻ സത്യാവസ്ഥ പുറത്തുവിടുക എന്ന ആവശ്യമാണ് കോൺഗ്രസിൽ ശക്തമാകുന്നത്. അന്യഗ്രഹ ജീവികൾ എന്നത് യാഥാർത്ഥ്യമാണ് എന്നും എന്നാൽ താനവയെ കണ്ടിട്ടില്ലെന്നും US മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ. ഫെബ്രുവരി 14 പുറത്തിറങ്ങിയ പോഡ്കാസ്റ്റ് അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയത്. ഭൂമിക്ക് പുറത്തുള്ള ജീവികളുടെ ചലനത്തെക്കുറിച്ചും ഏരിയ 51 ചുറ്റിപ്പറ്റിയുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങളെയും അദ്ദേഹം പരാമർശിച്ചു. യൂട്യൂബർ ബ്രയാൻ ടൈലർ കോവനുമായിട്ടുള്ള അഭിമുഖത്തിൽ അന്യഗ്രഹ ജീവികൾ യഥാർത്ഥമാണോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ഒബാമ. വാഡയിലെ രഹസ്യ US എയർഫോഴ്സ് കേന്ദ്രമായിട്ടുള്ള ഏരിയ 51 കുറിച്ച് സംസാരിക്കുമ്പോൾ അന്യഗ്രഹ ജീവികളെ അവിടെ സൂക്ഷിച്ചിട്ടില്ലെന്നും അവിടെ ഭൂഗർഭ സൗകര്യങ്ങൾ ഒന്നുമില്ലെന്നതും പറഞ്ഞ ഒബാമ, ഒരു വൻ ഗൂഢാലോചന ഉണ്ടെങ്കിൽ മാത്രമേ അതുണ്ടാകൂ എന്നും അതും US പ്രസിഡന്റിൽ നിന്ന് പോലും മറച്ചു വച്ചിരിക്കണമെന്നും പറഞ്ഞു. പ്രസിഡന്റായതിനു ശേഷം ആദ്യമായിട്ട് ഉത്തരം തേടിയ ചോദ്യം എന്താണ് എന്ന ചോദ്യത്തിന് അന്യഗ്രഹ ജീവികൾ എവിടെയാണ് എന്നതായിരുന്നു. തന്റെ ആദ്യ കൗതുകമെന്ന് ഒബാമ ചിരിച്ചുകൊണ്ട് മറുപടി നൽകുമ്പോഴും ഇതാദ്യമായല്ല ഒബാമ അന്യഗ്രഹ ജീവികളെ കുറിച്ച് പരാമർശിക്കുന്നത് എന്നുള്ളതാണ്. 2021 ദ ലേറ്റ് ഷോ വിത്ത് ജെയിംസ് കോർഡൻ പരിപാടിയിൽ അവതാരകനായിട്ടുള്ള ജെയിംസ് കോർഡനുമായിട്ടുള്ള അഭിമുഖത്തിൽ അന്യഗ്രഹ ജീവികളുമായിട്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പിന്നീട് തിരിച്ചറിയാത്ത ആകാശ വസ്തുക്കൾ, അത് സംബന്ധിച്ച ദൃശ്യങ്ങൾ, രേഖകളൊക്കെ വ്യക്തമാക്കാൻ US സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ആകാശത്തിൽ എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാത്ത വസ്തുക്കളുടെ ദൃശ്യങ്ങളും രേഖകളും ഉണ്ട് എന്നാണ് ഒബാമ പറഞ്ഞത്. US സൈന്യത്തിന്റെ അതീവ രഹസ്യ കേന്ദ്രമായിട്ട് നെവാഡ സംസ്ഥാനത്തിന്റെ തെക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഏരിയ 51 എന്ന് പറയപ്പെടുന്ന. പതിറ്റാണ്ടുകളായിട്ട് ഈ കേന്ദ്രത്തെ ചുറ്റിപ്പറ്റിയിട്ട് നിരവധി ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ നിലനിൽക്കുന്നുണ്ട്. US സർക്കാർ അന്യഗ്രഹ ജീവികളുമായിട്ട് ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യ അവിടെ ഒളിപ്പിച്ചു വെക്കുന്നത് എന്നതാണ് പ്രധാന ആരോപണം. തിരിച്ചറിയാത്ത പറക്കുന്ന വസ്തുക്കളെ അല്ലെങ്കിൽ തിരിച്ചറിയാത്ത അനോമലസ് പ്രതിഭാസങ്ങളെ ഏരിയ 51 ആ പ്രദേശത്ത് കണ്ടതായിട്ട് പലരും അവകാശപ്പെട്ടിട്ടുണ്ട്. അടുത്ത കാലത്ത് US സർക്കാർ തിരിച്ചറിയാത്ത വിമാന ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിട്ടതോടെ പൊതുജനങ്ങളിൽ കൂടുതൽ കൗതുകം വീണ്ടും ഉയർന്നിരിക്കുകയാണ്. ഇനി ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 123 രൂപ 66 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.15 യൂറോ. ഒരു US ഡോളർ 90.69 ഇന്ത്യൻ രൂപ.
ഒരു യൂറോ എന്ന് പറയപ്പെടുന്നത് 107.58 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് എന്ന് പറയപ്പെടുന്നത് 1.36 US ഡോളറാണ്. ഒരു കനേഡിയൻ ഡോളർ എന്ന് പറയപ്പെടുന്നത് 63.58 ഇന്ത്യൻ രൂപയുമാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി ഇംഗ്ലണ്ടിലെ കെന്റ് അയ്യപ്പ ക്ഷേത്രം. 2026 മാർച്ച് 3-ാം തീയതി ചൊവ്വാഴ്ച കെന്റിലെ മെയ്ഡ്സ്റ്റോൺ എന്ന സ്ഥലത്ത് വെച്ചാണ് ആറ്റുകാൽ പൊങ്കാല ചടങ്ങുകൾ നടത്തപ്പെടുന്നത്. അന്നേ ദിവസം രാവിലെ 9 മണിക്ക് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ പൂജകൾക്ക് തുടക്കമാകും. തുടർന്ന് ദേവീ പൂജയും സഹസ്രനാമ അർച്ചനയും ഉണ്ടാകും. 9:45 പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരും. ഉച്ചയ്ക്ക് 2:45 പൊങ്കാല നിവേദ്യത്തോടെ പൊങ്കാല മഹോത്സവത്തിന് പരിസമാപ്തിയാകും. വിശേഷാൽ പൂജകൾക്ക് അഭിജിത്ത് തിരുമേനിയും താഴൂർമന ഹരിനാരായണൻ നമ്പിടീശ്വരനും നേതൃത്വം നൽകും. വെള്ളിയോട്ടില്ലം അദ്രിത് വാസുദേവ് സഹകാർമ്മികത്വം വഹിക്കും. പൊങ്കാലയിടാൻ ആഗ്രഹിക്കുന്ന ഭക്തർ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി 2026 ഫെബ്രുവരി 20 മുൻപായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ വിവിധ രംഗങ്ങളിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തവും ആഴത്തിലുള്ളതുമാക്കുവാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ നടക്കും. ഫെബ്രുവരി 16 മുംബൈയിലെത്തുന്ന മാക്രോൺ 17 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തും. AI ഇമ്പാക്ട് ഉച്ചകോടിയിലും പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് 4ാം തവണയാണ് ഇന്ത്യയിലെത്തുന്നത്. 19 വരെയാണ് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ സന്ദർശനം. പ്രതിരോധം, ബഹിരാകാശം, സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ള ആണവോർജം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള നിലവിലെ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ നടക്കും. ഫ്രാൻസിൽ നിന്ന് 144 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള വലിയ പ്രതിരോധ ഇടപാടിന് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അനുമതി നൽകിയിട്ടുണ്ട്. മുംബൈയിൽ ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ ഫോറം യോഗത്തിലും പങ്കെടുക്കും. AI മേഖലയിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സഹകരണത്തിനും സന്ദർശനം വഴിവെക്കും. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ യാത്രകൾക്കായിട്ട് ഖജനാവിന് 762 കോടി രൂപ ചെലവായതായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ലോക്സഭയിൽ സമർപ്പിച്ച രേഖകളിൽ വെളിപ്പെടുത്തുന്നു. വെള്ളിയാഴ്ച പ്രധാനമന്ത്രിയുടെ വിദേശയാത്രകളുടെ ചെലവും ഒപ്പമുള്ള പ്രതിനിധി സംഘങ്ങളെ കുറിച്ചുള്ള മറ്റ് വിവരങ്ങളും വിശദീകരിച്ചുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ രേഖാമൂലമുള്ള മറുപടിയിലാണ് വെളിപ്പെടുത്തൽ. 2024 ഈ വിദേശയാത്രകൾക്കുള്ള വാർഷിക ചെലവ് 100 കോടി രൂപയിലധികമായിരുന്നുവെങ്കിൽ 2025 മോദി യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക, ആഫ്രിക്ക കൂടാതെ കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തിയപ്പോൾ 175 കോടി രൂപ കവിഞ്ഞതായി മറുപടിയിൽ പറയുന്നു. യാത്രകളിലെ ആതിഥേയത്വ ചെലവുകളുടെ ഭൂരിഭാഗവും ആതിഥേയത്വ രാജ്യം വഹിക്കുന്നതും സുരക്ഷാ ക്രമീകരണങ്ങൾ, ഔദ്യോഗിക പ്രതിനിധികൾ, മാധ്യമ സംഘം, മറ്റ് ലോജിസ്റ്റിക് എന്നിവയ്ക്കാണ് സർക്കാർ കൂടുതലും ചെലവഴിക്കുന്നത് എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് വളരെ കുറച്ച് മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ എന്നും മറുപടിയിലുണ്ട്. 2011 അമേരിക്കയ്ക്ക് 10.74 കോടി രൂപയും 2013 റഷ്യയ്ക്ക് 9.95 കോടി രൂപയും 2011 ഫ്രാൻസിന് 8.33 കോടി രൂപയും 2013 ജർമ്മനിക്ക് 6.02 കോടി രൂപയും മാത്രമാണ് ചെലവഴിച്ചത്. എന്നാൽ പണപ്പെരുപ്പം, കറൻസിയിലെ ഏറ്റക്കുറച്ചിലുകൾ, സഞ്ചരിച്ച രാജ്യങ്ങളുടെ എണ്ണം, യാത്രാദൂരം, സുരക്ഷാ ആവശ്യകതകൾ, പ്രതിനിധി സംഘത്തിന്റെ വലുപ്പം തുടങ്ങിയ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ മൂലമാണ് ചെലവ് വർദ്ധിച്ചത് എന്ന് പറയുന്നു. ഛത്രപതി ശിവജിയെയും ടിപ്പു സുൽത്താനെയും താരതമ്യം ചെയ്തുള്ള കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവനയെ ചൊല്ലി മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ വിവാദം കനക്കുന്നു. മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ ഹർഷവർദ്ധൻ സബ്കാൽ നടത്തിയ പ്രസ്താവനയാണ് വിവാദമായത്. പിന്നാലെ പാർട്ടിയുടെ പൂനെയിലെ ആസ്ഥാനമായിട്ടുള്ള കോൺഗ്രസ് ഭവന് സമീപം കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി കല്ലേറുണ്ടായതായിട്ടും റിപ്പോർട്ടുണ്ട്. സംഭവത്തിൽ 9 പേർക്ക് പരിക്കേറ്റു. കോൺഗ്രസ് ഭവന് സമീപം പ്രതിഷേധമുണ്ടായി എന്നും BJP കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുവെന്നും ജോയിന്റ് പോലീസ് കമ്മീഷണർ രഞ്ജൻ കുമാർ ശർമ്മ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2 പാർട്ടികളിലെയും പ്രവർത്തകർ മതിലു മുകളിൽ കയറുകയും 2 വശത്തു നിന്നും കല്ലേറുണ്ടാവുകയും ചെയ്തു. പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് വരികയാണ് എന്നും 3 കോൺഗ്രസ് പ്രവർത്തകർക്കും 2 BJP പ്രവർത്തകർക്കും 2 പോലീസുകാർക്കും 2 മാധ്യമ പ്രവർത്തകർക്കും പരിക്കേറ്റു. പോലീസ് കമ്മീഷണർ ഇതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. BJP ഭാരവാഹികൾക്കെതിരെ പാർട്ടി രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് എന്ന് പൂനെ സിറ്റി കോൺഗ്രസ് അധ്യക്ഷൻ അരവിന്ദ് ഷിൻഡെ പറഞ്ഞു. ഛത്രപതി ശിവജിയെ ടിപ്പു സുൽത്താനുമായി താരതമ്യം ചെയ്ത് സാബ്കാൽ നടത്തിയ പ്രസ്താവനയാണ് വിവാദമായത്. ടിപ്പു ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയെന്നും അദ്ദേഹത്തെ ധീരനായ യോദ്ധാവായും മണ്ണിന്റെ മകനായും കണക്കാക്കണമെന്നുമായിരുന്നു സബ്കാൽ പറഞ്ഞത്. മാൽഗോവ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ഷാനി ഹിന്ദ് നിഹാൽ അഹമ്മദിന്റെ ഓഫീസിൽ ടിപ്പു സുൽത്താന്റെ ചിത്രം പ്രദർശിപ്പിച്ചത് സംബന്ധിച്ചുണ്ടായ വിവാദത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ ശനിയാഴ്ച ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം മാറി മത്സരിക്കുന്നു എന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. പാർട്ടി അനുവദിച്ചാൽ ഇത്തവണയും ചടയമംഗലത്ത് തന്നെ മത്സരിക്കുമെന്ന് ചിഞ്ചുറാണി പറഞ്ഞു. വീണ്ടും മത്സരിക്കാൻ അവസരം കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും പാർട്ടിയിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി.
ചടയമംഗലം എന്നും ഇടതുപക്ഷത്തിനൊപ്പം നിന്ന മണ്ഡലമാണ്. ഒട്ടേറെ വികസനങ്ങളാണ് മണ്ഡലത്തിലുണ്ടായത്. ഇനി ആര് മത്സരിച്ചാലും ചടയമംഗലത്ത് ഇടതുപക്ഷം തന്നെ ജയിക്കും. മണ്ഡലം മാറി മത്സരിക്കുമോ, സ്ഥാനാർത്ഥിയാകുമോ എന്നതെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പാർട്ടി ഇതുവരെ യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല, ചർച്ചയും നടത്തിയിട്ടില്ല. മണ്ഡലം മാറി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളെല്ലാം അവഗണിച്ചു കളയുകയാണ് എന്ന് ചിഞ്ചുറാണി പറഞ്ഞു. പാർട്ടി അനുവദിച്ചാൽ രണ്ടാം തവണയും ചടയമംഗലത്ത് നിൽക്കുകയും വിജയിക്കുകയും ചെയ്യും. വികസന തുടർച്ചയ്ക്കായാണ് ചടയമംഗലത്ത് മത്സരിക്കാൻ അവസരം കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും ചിഞ്ചുറാണി പറയുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച നടനും ചലച്ചിത്ര അക്കാദമി മുൻ അധ്യക്ഷനുമായ പ്രേംകുമാറിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് മത്സരിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസിൽ വലിയ ആലോചന. പാർട്ടി പ്രവേശനം സംബന്ധിച്ച് പ്രേംകുമാർ നിലപാട് വ്യക്തമാക്കിയ ശേഷം തുടർ നടപടികൾ ഉണ്ടാകും. AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രേംകുമാറുമായി കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചു. കോൺഗ്രസിൽ ചേരുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നില്ല എങ്കിലും സഹകരണത്തിന്റെ സാധ്യതകൾ ഇരുവരും തേടിയതായാണ് സൂചന. പിണറായി സർക്കാരിൽ നിന്ന് അനീതി നേരിട്ട് എന്ന പരാതി ഉന്നയിച്ച പ്രേംകുമാറുമായി സൗഹൃദ സംഭാഷണമാണ് നടന്നതെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പറഞ്ഞു. കോൺഗ്രസ് നേതൃയോഗ ചർച്ചയ്ക്കായി ഇന്ന് തിരുവനന്തപുരത്തുള്ള വേണുഗോപാൽ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്നിവരുമായി പ്രേംകുമാർ കൂടിക്കാഴ്ച നടത്തിയേക്കും. നേതാക്കൾ ഇന്ന് തിരുവനന്തപുരത്ത് ഉണ്ടാകുമോ എന്ന കാര്യം അദ്ദേഹം കഴിഞ്ഞ ദിവസം തിരക്കിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറിയ പ്രേംകുമാർ തന്റെ കുടുംബത്തിന് കോൺഗ്രസ് പാരമ്പര്യമായിരുന്നു എന്ന് പ്രതികരിച്ചു. വിദ്യാർത്ഥിയായിരിക്കെ കോളേജിൽ KSU സ്ഥാനാർത്ഥിയായി മത്സരിച്ചതും ഓർമ്മിപ്പിച്ചു. താൻ ഒരു പാർട്ടിയിലും അംഗത്വം എടുത്തിട്ടില്ല, അതുകൊണ്ട് എവിടേക്കും പോകേണ്ട കാര്യവുമില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാനാവില്ല. ദൈവനിശ്ചയം പോലെ ചില കാര്യങ്ങൾ നടക്കുമ്പോൾ ഞാൻ അതിനൊപ്പം എന്ന് മാത്രമാണ് പ്രേംകുമാർ പറഞ്ഞത്. VS അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് A സുരേഷ് മലമ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിലേക്ക് സുരേഷിനെ ക്ഷണിച്ചു. ചൊവ്വാഴ്ച യാത്ര മലമ്പുഴയിലെത്തും. ഈ ഘട്ടത്തിൽ സുരേഷിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുവാനുള്ള സാധ്യത ഏറെയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിലേക്ക് UDF നേതാക്കൾ ക്ഷണിച്ചിട്ടുള്ളതായി സുരേഷ് സ്ഥിരീകരിച്ചു. എന്നാൽ പങ്കെടുക്കണോ എന്നതിൽ തീരുമാനം എടുത്തിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ കുറിച്ച് സുരേഷുമായി UDF നേരത്തെ ചർച്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ തന്നെ എന്തുകൊണ്ട് CPM തിരിച്ചെടുക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് സുരേഷ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. 1965 നിലവിൽ വന്ന മലമ്പുഴ മണ്ഡലത്തിൽ നാളിതുവരെ CPM മാത്രമാണ് ജയിച്ചിട്ടുള്ളത്. VS അച്യുതാനന്ദനും EK നായനാരും P ശിവദാസ് മേനോനും ഉൾപ്പെടെ പാർട്ടിയുടെ തലപ്പൊക്കമുള്ള നേതാക്കന്മാർ പലവട്ടം പ്രതിനിധീകരിച്ച മണ്ഡലമാണിത്. A പ്രഭാകരനാണ് സിറ്റിംഗ് MLA. UDF കഴിഞ്ഞ 2 തവണയായി BJPക്ക് പിന്നിൽ മൂന്നാമതായി പോയ സീറ്റാണ് മലമ്പുഴ. VSന്റെ വിശ്വസ്ത അനുയായിയായിരുന്ന സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ മണ്ഡലത്തിൽ ഏതെങ്കിലും രീതിയിൽ ചലനം ഉണ്ടാക്കുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. CPMന്റെ ചുവപ്പുകോട്ടയിൽ സുരേഷിനെ പോലൊരാളെ മത്സരിപ്പിക്കുന്നത് മണ്ഡലത്തിന് കൂടുതൽ രാഷ്ട്രീയ മാധ്യമ ശ്രദ്ധ കിട്ടുമെന്നും UDF പ്രതീക്ഷിക്കുന്നു. സ്പോർട്സ്. തന്ത്രങ്ങൾ പലതും മെനഞ്ഞെത്തിയ പാകിസ്ഥാനെ സ്വന്തം ശൈലിയിലുള്ള പന്തേറിലൂടെ ഇന്ത്യ വരിഞ്ഞു മുറുക്കി. ജസ്പ്രീത് ബുംറയും ഹാർദിക് പാണ്ഡ്യയും അക്ഷർ പട്ടേലും വരുൺ ചക്രവർത്തിയും ചേർന്ന് പാക് നിരയുടെ നട്ടല്ലൊടിച്ചതോടെ 2020 ലോകകപ്പ് ചരിത്രത്തിൽ പാകിസ്ഥാൻ ഒരിക്കൽ കൂടി ഇന്ത്യക്ക് മുന്നിൽ തകർന്നടിഞ്ഞു. 61 റൺസിനാണ് ഇന്ത്യയുടെ ആധികാരികമായ ജയം. ഇതോടെ ഇന്ത്യ സൂപ്പർ 8-ൽ കടന്നു. ബംഗ്ലാദേശിനോടുള്ള ഐക്യദാർഢ്യം പറഞ്ഞ് കളം വിടാൻ നോക്കിയവർ ഒടുവിൽ കളിക്കാനിറങ്ങിയപ്പോൾ നേരിട്ടത് വലിയ ബാറ്റിംഗ് തകർച്ച. ഇഷാൻ കിഷന്റെ ആത്മവിശ്വാസം സ്ഫുരിച്ച പ്രകടനമാണ് ഇന്ത്യൻ ജയത്തിലെ ഏറ്റവും തിളക്കമുള്ള അധ്യായം. പരസ്പരം കൈകൊടുക്കാതെ ശത്രുതയുടെ മുനകൂർത്ത മത്സരത്തിൽ 6 സ്പിന്നർമാരെ അണിനിരത്തി ക്യാപ്റ്റൻ സൽമാൻ ആഗ തന്നെ ആദ്യം പന്തെറിഞ്ഞെത്തിയ പാകിസ്ഥാന്റെ വിചിത്ര തന്ത്രങ്ങൾ പക്ഷേ ഇന്ത്യൻ കരുത്തിന് മുന്നിൽ വെറും കടലാസു പുലികളായി മാറി. ടോസ് ആനുകൂല്യം നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ പാകിസ്ഥാൻ 18 ഓവറിൽ 114 റൺസിന് പുറത്തായി. ഇന്ത്യ ഉയർത്തിയ 176 എന്ന വിജയലക്ഷ്യം പിന്തുടരാൻ ഇറങ്ങിയ പാകിസ്ഥാന് തുടക്കത്തിലെ കനത്ത തിരിച്ചടി നേരിട്ടു. 5 ഓവറിനിടെ പാകിസ്ഥാന്റെ 4 വിക്കറ്റുകൾ നിലംപൊത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്രിട്ടനിൽ തങ്ങൾ ന്യൂനപക്ഷമായി മാറുന്നു എന്ന ബ്രിട്ടീഷ് വംശജരുടെ പരാതികളിൽ ഉത്തരം മുട്ടുകയാണ് പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വം. സാധാരണ തെരഞ്ഞെടുപ്പ് വിഷയമായ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, സാമ്പത്തിക മാന്ദ്യം തുടങ്ങി ഒന്നും തന്നെ ബ്രിട്ടനിലെ ജനങ്ങളെ അലോസരപ്പെടുത്തുന്നില്ല. വീട് കയറിയുള്ള പ്രചാരണത്തിൽ പാർട്ടികൾക്ക് മുന്നിൽ ജനങ്ങൾക്ക് പറയുവാനുള്ളത് കുടിയേറ്റ വിഷയം മാത്രം. കുടിയേറ്റ നിയമം മാറ്റം പ്രഖ്യാപിക്കുവാൻ ലേബർ സർക്കാർ. UK-യിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റുകൾക്ക് താങ്ങാൻ കഴിയാത്ത വിധം രോഗികൾ വർദ്ധിക്കുന്നു. കോറിഡോർ പരിചരണം പല ഭാഗത്തും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ സുപ്രധാന ഹോസ്പിറ്റൽ ശൃംഖലകൾ ഗുരുതരാവസ്ഥയിൽ. എമർജൻസി ഡിപ്പാർട്ട്മെന്റുകൾ ഗുരുതര സമ്മർദ്ദത്തിലാണെന്ന് വ്യക്തമാക്കിയത് നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ്. NHS ആശുപത്രികളിലെ F1E-കൾ കടുത്ത സമ്മർദ്ദത്തിൽ. ഇംഗ്ലണ്ടിൽ വിനോദസഞ്ചാരികൾക്ക് ഹോളിഡേ ടാക്സ് ഏർപ്പെടുത്തുവാൻ ലേബർ സർക്കാരിന്റെ നീക്കം. പണം സമാഹരിക്കുവാനുള്ള പുതിയ വഴിയെന്ന് കെയർ സ്റ്റാർമർ സർക്കാർ.
ടാക്സ് നടപ്പിലാക്കരുതെന്നാവശ്യപ്പെട്ട് 200-ലധികം ഹോസ്പിറ്റാലിറ്റി വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ രംഗത്ത്. നികുതി ഏർപ്പെടുത്തിയാൽ 2 ആഴ്ചത്തെ അവധിക്ക് വിനോദസഞ്ചാരികൾ 100 പൗണ്ട് നൽകേണ്ടി വരും. കടുത്ത പ്രതിഷേധവുമായി വിനോദസഞ്ചാരികൾ. ഇറാനിൽ ആഴ്ചകൾ നീളുന്ന സൈനിക നടപടിക്ക് US സൈന്യം സജ്ജമായി. ഇറാനും US തമ്മിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്ന് വാർത്താ ഏജൻസികൾ. അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ ഇറാന്റെ തീരത്ത് വിന്യസിച്ച US സൈന്യം ഇറാന്റെ ഭരണാധികാരിയാകാൻ തയ്യാറാണ് എന്ന് റേസ പഹ്ലവി. US ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകൾക്ക് നാളെ ജനീവയിൽ തുടക്കം. വിവാദ വ്യവസായി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പുറത്തുവിട്ടുവെന്ന US നീതിന്യായ വകുപ്പ് പ്രഖ്യാപനം രാഷ്ട്രീയ വിവാദത്തിലേക്ക്. വെളിപ്പെടുത്തൽ പര്യാപ്തമല്ലെന്ന നിലപാടിൽ ഉറച്ച നിയമനിർമ്മാണത്തിൽ പങ്കെടുത്ത അംഗങ്ങൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട ആഭ്യന്തര മെമ്മോകളും എപ്സ്റ്റീനും സഹപ്രവർത്തകർക്കുമെതിരെ കേസെടുത്ത കുറിപ്പുകളും ഇമെയിലുകളും കൂടി പുറത്തുവിടണമെന്ന് റിപ്പബ്ലിക്കൻ പ്രതിനിധി തോമസ് മാസി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രതിരോധം, ബഹിരാകാശം, ആണവോർജം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കും. ഫ്രാൻസിൽ നിന്ന് 114 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിന് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അനുമതി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇമ്മാനുവൽ മാക്രോണിന്റെ കൂടിക്കാഴ്ച നാളെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശയാത്രകൾക്കായി 10 വർഷത്തിനിടയിൽ ഖജനാവിന് ചെലവായത് 762 കോടി രൂപ. വിദേശയാത്രകളുടെ ചെലവും ഒപ്പമുള്ള പ്രതിനിധി സംഘങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളും വെളിപ്പെടുത്തിയത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. സുരക്ഷാ ക്രമീകരണങ്ങൾ, ഔദ്യോഗിക പ്രതിനിധികൾ, മാധ്യമ സംഘം, മറ്റ് ലോജിസ്റ്റിക് എന്നിവയ്ക്കാണ് സർക്കാർ കൂടുതലും ചെലവഴിക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം മാറി മത്സരിക്കുന്നു എന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച നടനും ചലച്ചിത്ര അക്കാദമി മുൻ അധ്യക്ഷനുമായ പ്രേംകുമാറിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് മത്സരിപ്പിക്കുവാൻ കോൺഗ്രസ്. നിലപാട് വ്യക്തമാക്കാതെ പ്രേംകുമാർ. BS അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് DF സുരേഷ് മലമ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയാകുവാൻ സാധ്യത. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയിൽ സുരേഷ് പങ്കെടുത്തേക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.